ഞാൻ മെറീന ജോബി. അഗൈൻ വെൽക്കം ബാക്ക് ടു സോറൻ സ്പൈസി. സോറൻ സ്പൈസിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ്. ഇത് ഞാൻ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് സമയം മതി നമുക്ക് അവിയൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. വെജിറ്റബിൾസ് ഒന്ന് കുക്കറിൽ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോഴേക്കും അത് കഴിഞ്ഞിട്ട് അതൊന്ന് ജോയിൻ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, അവിയൽ നമുക്ക് റെഡിയാക്കി കിട്ടും. അല്ലാതെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും ആ വെജിറ്റബിൾസ് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇതെങ്ങനെയാണ് കുക്കറിൽ അവിയൽ നല്ല ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ അവിയൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് തന്നെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത്രയും തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ഉപയോഗിച്ച് അവിയൽ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ കുറച്ച് പടവലങ്ങ എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ബീൻസ്, കുമ്പളങ്ങ, വെള്ളരിക്ക, മത്തങ്ങ, മുരിങ്ങക്കോല്, ചേരക്ക, വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, ഒരു കായ എടുത്തിട്ടുണ്ട്, കൊത്തമര എടുത്തിട്ടുണ്ട്, ചേന എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് ആണോ ഉള്ളത് അത് ഉപയോഗിച്ച് അവിയൽ ഉണ്ടാക്കാം. ഇത്രയും തന്നെ ആഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്തതിന് ശേഷം വെയിറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ 1 കിലോ ഉണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, ആവശ്യത്തിന് ഉപ്പ് വേണം, കുറച്ച് കറിവേപ്പില വേണം, പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ തൈര് വേണം. പിന്നെ നമുക്കിത് അരപ്പ് റെഡിയാക്കി എടുക്കാനുള്ള കാര്യങ്ങളാണ്. ഞാനൊരു പകുതി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, 3 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് അവിയൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ അവിയൽ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ അവിയൽ ഒരു കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. കുക്കറിൽ റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലോട്ട് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം അരിയേണ്ടത് നീളത്തിലാണ്. നമ്മൾ അവിയലിന് വേണ്ടിയിട്ട് നീളത്തിലാണ് എല്ലാം അരിഞ്ഞെടുക്കുന്നത്. എല്ലാം ഒരേപോലെ തന്നെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് അധികം വെള്ളം ആവശ്യമില്ല, വെജിറ്റബിൾസ് ഒന്ന് വെന്ത് മാത്രം കിട്ടിയാൽ മതി. ആ വെന്ത് കിട്ടാനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അധികം വെള്ളമായി കഴിഞ്ഞാൽ അവിയലാകെ കുഴഞ്ഞു പോവും. അപ്പോൾ ഞാൻ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 1 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. 1 വിസിൽ മാത്രം വന്നാൽ മതി. 1 വിസിൽ വന്നതിന് ശേഷം നമുക്ക് അപ്പം തന്നെ തുറന്നിട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. പിന്നെ ആവി ഫുൾ പോകുന്നവരൊക്കെ വെച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് ഓവർ കുക്ക്ഡ് ആയി പോവും. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് 1 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാൻ പോവാണ്. നന്നായിട്ട് അരഞ്ഞു പോകരുത്, നമുക്കിതൊന്ന് ഒതുക്കി എടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ 1 വിസിൽ വന്നപ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ആവി കളഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഒന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല. ഇതിൻ്റെ അടിയിൽ ഒരു അല്പം വെള്ളം കൂടി ഉണ്ട്, നമ്മൾ അരപ്പ് ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് വറ്റി വന്നോളും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങയും ജീരകം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ നമുക്ക് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തൈരും കൂടി കൂട്ടിയിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു കുഴഞ്ഞ പോലെയാണ് ഇരിക്കുന്നത്, ഇതൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം നമുക്ക്. അപ്പം പിന്നെ ആ തേങ്ങ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി ഇങ്ങനെ ഒന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു 3-4 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്തു. ഇപ്പോൾ ഒന്നും നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്, ആ തേങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് ഒരല്പം കറിവേപ്പില വിതറി കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഞാൻ പച്ചവെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോഴേക്കും ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ടേസ്റ്റ് അവിയലിലോട്ട് നന്നായിട്ട് ആയിക്കോളും. അപ്പോൾ എല്ലാവരും അവിയൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ കുറച്ച് സമയം മതി. വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുക്കറിൽ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ അരപ്പ് റെഡിയാക്കി എടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അവിയൽ റെഡിയാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.